കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന് സസ്പെൻഡ് ചെയ്തതിനെതിരെ നിയമപോരാട്ടം തുടരുമെന്ന് മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലെ മലയാളി ഗവേഷണ വിദ്യാർത്ഥി രാമദാസ് PS. ക്യാമ്പസുകളെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ചർച്ചകൾ നടക്കരുത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമെന്നും രാമദാസ് PS കുറ്റപ്പെടുത്തി. ടിസ്സിലെ ഗവേഷക വിദ്യാർത്ഥിയായ രാംദാസ് നമുക്കൊപ്പം നേരിടുകയാണ്. നടപടി നേരിട്ട ആളാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം കടന്നു പോകുന്നത്. അഭിപ്രായം പറഞ്ഞ് ജയിലിൽ പോകേണ്ട ഒരു കാലഘട്ടമാണ്. താങ്കൾക്ക് നേരെ ഉണ്ടായ നടപടി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എല്ലാത്തിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ കൂടുതലായിട്ട് വിലയിരുത്തേണ്ട വിഷയമാണിതെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ നമ്മളങ്ങനെ കാണുന്നത്. ഒന്നാമത്തെ കാര്യം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ആരൊക്കെ മുമ്പോട്ട് വരുന്നോ, അല്ലെങ്കിൽ BJP വിമർശിച്ചുകൊണ്ട് ആരൊക്കെ മുമ്പോട്ട് വരുന്നോ അവരെയൊക്കെ പറ്റാവുന്ന എല്ലാ തരത്തിലും നിശബ്ദരാക്കുക എന്നുള്ളതിൻ്റെ ഒരു ലാർജർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായ ഒരു ശ്രമമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നമുക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് വരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. നിങ്ങളിങ്ങനെ ചാടിക്കേറി എല്ലാ ആരോപണങ്ങളും വെക്കേണ്ട, അത് തെറ്റാണ്. നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ വെച്ചിട്ട്, നിങ്ങൾ തന്നെ പറയുന്ന തെളിവുകൾ വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ കൊണ്ട് തെറ്റാണെന്ന് കൃത്യമായി നമ്മളൊരു മറുപടി കൊടുക്കുന്നു. അതിന് മറുപടിയൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഇന്ന് സസ്പെൻഷൻ ഓർഡർ അടിച്ചു വരുന്നു. അഭിപ്രായം പറയരുതെന്നൊരു സംഘടനാ പ്രവർത്തനയോട് വിദ്യാർത്ഥിയോട് പറയുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.